പരിചയപ്പെടുത്താൻ പോകുന്നതാണ് അങ്കമാലി മാങ്ങക്കറി. ഞാൻ ഫസ്റ്റ് ഒരു ഓണിയൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട്, എന്നിട്ട് ഒരു ഇഞ്ചി കട്ട് ചെയ്തിട്ട്, ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒരു ഇഞ്ചി, എന്നിട്ട് ഞാൻ രണ്ട് ഗ്രീൻ ചില്ലിയും ഒരു വേപ്പിലയും എടുത്തു. എന്നിട്ട് ഞാൻ അത് കട്ട് ചെയ്തിട്ട് ഗ്രീൻ ചില്ലി ഇങ്ങനെ കട്ട് ചെയ്ത് എന്നിട്ട് ഞാൻ കുറച്ച് മുളകും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും പാലും പിന്നെ മാങ്ങ എടുത്തു. മാങ്ങയിൽ കുറച്ച് ഉപ്പിടാൻ തുടങ്ങി. മാങ്ങയിൽ ഉപ്പിട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ടു, വിനെഗറും ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്യാൻ തുടങ്ങി. മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ ഒരു ഉള്ളി ഇട്ടു, എന്നിട്ട് ഇഞ്ചി ഇട്ടു, വേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു, ഉപ്പിട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, നല്ലോണം വെളിച്ചെണ്ണ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ സെക്കൻഡ് പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് അടുപ്പത്ത് വെച്ചു. എന്നിട്ടാണെങ്കിൽ നമ്മൾ മിക്സ് ചെയ്തു, വീണ്ടും തിളച്ചു വന്നിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് പാലൊഴിച്ചു. ഫസ്റ്റ് തിളച്ചു. എന്നിട്ട് അടുപ്പത്തുനിന്ന് മാറ്റി. എന്നിട്ട് പാന് അടുപ്പത്ത് എന്നിട്ട് ഉള്ളി മൂപ്പിക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ഇട്ടിട്ട് കടുക് ഇട്ടിട്ട് കടുക് പൊട്ടി തുടങ്ങിയപ്പം കടുക് പൊട്ടി തുടങ്ങി. അപ്പം നമ്മൾ ചുവന്നുള്ളി ഇട്ടു. എന്നിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് വറ്റൽമുളക് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. വീണ്ടും മിക്സ് ചെയ്ത് എന്നിട്ട് നല്ല മൂത്ത മണം വന്നു. അപ്പം നമുക്ക് അതെന്താ പറയുക, നമുക്ക് ഇഷ്ടമില്ല മണം. അതല്ലേ